കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പി തോൽപ്പിച്ച് വൻ മുന്നേറ്റമാണ് കോൺഗ്രസ് കാഴ്ചവെച്ചത്. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ കഴിവുള്ള യുവതുർക്കികൾ ഇന്ന് കോൺഗ്രസിനുണ്ട്. നാളെയുടെ നന്മയ്ക്കായി പ്രവർത്തിക്കാൻ കഴിവുള്ള ആ യുവത്വങ്ങളെ നമുക്ക് പരിചയപ്പെടാം. സച്ചിൻ പൈലറ്റ്. മുൻ ലോക്സഭാ എം.പി ആയ സച്ചിൻ പൈലറ്റാണ് ഏറ്റവും മികച്ച യുവനേതാക്കളിൽ ഒരാൾ. ഉത്തർപ്രദേശിൽ ജനിച്ച് ഡൽഹിയിൽ വളർന്ന സച്ചിൻ പൈലറ്റ് സെന്റ് സ്റ്റീഫൻ കോളേജിൽ നിന്ന് ഒരു യൂണിവേഴ്സിറ്റിയുടെ വാട്ടർ സ്കൂൾ ഓഫ് MBAയിൽ ബിരുദം നേടിയിട്ടുണ്ട്. UPA മന്ത്രിസഭയിൽ അജ്മീർ നിയമസഭയിൽ അംഗമായിരുന്നു. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കീഴിൽ കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രിയായും പ്രവർത്തിച്ചു. നിലവിൽ രാജസ്ഥാൻ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായിട്ടാണ് സച്ചിൻ പൈലറ്റ് എത്തിയത്. ടെറിട്ടോറിയൽ ആർമിയിലെ ഉദ്യോഗസ്ഥനായി കമ്മീഷൻ ചെയ്യപ്പെട്ട ആദ്യത്തെ കേന്ദ്രമന്ത്രിയും ഇദ്ദേഹമാണ്. രാഷ്ട്രീയ ജീവിതത്തിലുടനീളം സച്ചിൻ പൈലറ്റ് എന്ന നല്ല ഭരണാധികാരി കർഷകരുടെ അവകാശങ്ങൾ, യുവജന പ്രസ്ഥാനം, സ്ത്രീകളുടെ അവകാശങ്ങൾ എന്നിവയ്ക്കായി ശബ്ദമുയർത്തി. ജ്യോതിരാദിത്യ മാധവ റാവു സിന്ധ്യ. മധ്യപ്രദേശിൽ നിന്നുള്ള തീവ്രമായ ഒരു ചെറുപ്പക്കാരനാണ് ജ്യോതിരാദിത്യ സിന്ധ്യ. 2002 അമേരിക്കയിൽ ഹാർവാർഡിലും സ്റ്റാൻഫോർഡിലുമായിരുന്നു ഇദ്ദേഹം കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, സ്റ്റേറ്റ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഓഫ് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് എന്നീ ചാർജുകൾ വഹിച്ചിട്ടുണ്ട്. മധ്യപ്രദേശ് തിരഞ്ഞെടുപ്പിനു വേണ്ടി MP, PCC പ്രസിഡന്റ് കമൽനാഥിനുമായി ഇദ്ദേഹം പ്രചരണം നടത്തുന്നുണ്ട്. ഒരു യുവനേതാവായ ജ്യോതിരാദിത്യ സിന്ധ്യ എല്ലാ ഇന്ത്യക്കാരും അഴിമതിരഹിത ഭരണവും കർഷകരുടെ അവകാശങ്ങളും തുല്യ അവകാശവും ഉറപ്പിച്ചു. സാങ്കേതിക വിദ്യയുടെ ഗുണനിലവാരവും സാങ്കേതിക വിദ്യയും ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. ദിവ്യ സ്പന്ദന അറിയപ്പെടുന്ന ഒരു കന്നഡ നടിയാണ്. മാണ്ടിയിലെ മുൻ ലോക്സഭ MP. 40-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. നിരവധി അവാർഡുകളും ലഭിച്ചിട്ടുണ്ട്. 2012 ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിലെ അംഗമായിട്ടാണ് രാഷ്ട്രീയത്തിൽ ചുവടുവെക്കുന്നത്. 2013 കർണാടകയിലെ മാണ്ടിയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചു. നിലവിൽ കോൺഗ്രസിന്റെ ഡിജിറ്റൽ ടീമിന്റെ ദേശീയ തലപ്പത്താണ്. പാർട്ടിയുടെ സോഷ്യൽ മീഡിയ സാന്നിധ്യത്തെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ചുമതല ഇവർക്കാണ്. പാർട്ടിയുടെ രാഷ്ട്രീയ പ്രതിച്ഛായ മാറ്റുന്നതിനായി നിരവധി മാധ്യമങ്ങളിൽ നിന്നുള്ള ബഹുമതി ദിവ്യസ്പന്ദനയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഗൗരവ് ഗൊഗോയി. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും മികച്ച യുവനേതാക്കളിൽ ഒരാളാണ് ഗൗരവ് ഗൊഗോയി. ആസാമിലെ കലാബാബോയിൽ നിന്നുള്ള ലോക്സഭ MP. ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്നും പബ്ലിക് അഡ്മിനിസ്ട്രേഷനും ന്യൂഡൽഹിയിൽ നിന്നും മാസ്റ്റേഴ്സ് വിദ്യാഭ്യാസത്തിൽ ബിരുദവും നേടിയിട്ടുണ്ട്. സുസ്മിത ദേവ്. അഖിലേന്ത്യാ മഹിളാ കോൺഗ്രസ് കമ്മിറ്റി ചെയർപേഴ്സണാണ് ഇവർ. ഒരു അഭിഭാഷക കൂടിയാണ്. ഡൽഹിയിലും ലണ്ടനിലുമായി പഠനം നടത്തിയിട്ടുണ്ട്. വനിതാ സംവരണ ബിൽ നടപ്പാക്കുന്നതിനും കോൺഗ്രസ് പാർട്ടിയുടെ വനിതകളുടെ അവകാശത്തിനും ശാക്തീകരണത്തിനും വേണ്ടി പോരാടി. 2019 മാനിഫെസ്റ്റോ കമ്മിറ്റിയിൽ അടുത്തിടെ അംഗവുമായിട്ടുണ്ട്. ഈ 5 പേരിൽ കോൺഗ്രസ് പ്രതീക്ഷ വയ്ക്കുന്നത് ചെറുതായൊന്നുമല്ല. നാളെയുടെ യുവനേതാക്കൾ കോൺഗ്രസിന് എത്തിപ്പിടിക്കാൻ സാധിക്കാത്ത നിലയിൽ കൊണ്ടുപോകുമെന്നത് ഉറപ്പാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.